ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രമിന്റെ അടുത്ത് മാഷി പറയും, നീ ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യണോ? പോലീസ് വന്ന് പിടിക്കാൻ പാവത്തിന് അവൻ അഡീഷണൽ പൈസ വാങ്ങിച്ചിട്ടുണ്ടാകണം. വിക്രം പറയും, എന്നാലും കാലം ഇത്രയും കഴിഞ്ഞില്ലേ, അനുഭവിക്കാനുള്ളതെല്ലാം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. അതിനുശേഷം വിനായകൻ ചേട്ടന്റെ കല്യാണവും കഴിഞ്ഞു. ഇനി ആ ഒരു സംഭവത്തിന്റെ പേരില് നമ്മൾ ചേട്ടനെ ശിക്ഷിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, അതിന് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വിനായകൻ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞത്. ഇനി ഇതിന്റെ പേരില് നമ്മൾ വിനായകനെ പുറത്താക്കി കഴിഞ്ഞാൽ അത് നന്ദിനിയുടെ വീട്ടിലറിയില്ലേ? അത് വിനേട്ടനും നാണക്കേടല്ലേ? മാഷ് പറയും, അനുഭവിക്കട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചാൽ മതിയാവൂ. വിക്രം പറയും, എങ്കിൽ വിനേട്ടന് വേണ്ടി ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചതല്ലേ അച്ഛാ? ഇനി വിനേട്ടനെ ശിക്ഷിച്ചതുകൊണ്ട് ആ കാലം എനിക്ക് തിരികെ കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. മാഷ് പറയും, മതി, ഇനി ആ കാര്യം സംസാരിക്കേണ്ട. ഞാൻ അതിനല്ല വന്നത്. ഈ വീട്ടിൽ നിന്ന് വേദ പോവാൻ അവനും ഭാര്യയും കൂടെ കാരണമായിട്ടുണ്ട്. വിക്രം പറയും, അങ്ങനെയല്ല അച്ഛാ, വേദയ്ക്ക് എന്നോടുള്ളത് എന്തോ ഒരു തെറ്റിദ്ധാരണയാണ്. അതില് വിനേട്ടന് പങ്കൊന്നുമില്ല. നീ അവളെ കാണാൻ പോയതല്ലേ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ അവൾ തയ്യാറാവാത്തത് എന്താ? അറിയില്ല, അവള് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവൾ ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞത് ശ്രീകാര്യ ശ്രീനിവാസന്റെ കാര്യ. അതിലെ നീ എന്ത് നിശ്ചയിച്ചു? വിക്രം പറയും, ആ റിലേഷൻ ഒഴിവാക്കിയാലെങ്കിലേ അവൾ തിരിച്ചു വരുന്നുണ്ടെങ്കില് അതിന് ഞാൻ തയ്യാറാണ് അച്ഛാ. മാഷു പറയും, ഉറപ്പായിരിക്കണം. വിക്രം പറയും, ഇലക്ഷൻ കാലത്ത് എനിക്ക് തിരികെ വരാൻ പറ്റില്ല. അത് ഞാൻ ചെയ്യുന്ന തെറ്റാ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ശ്രീകാര്യ ശ്രീനിവാസനുമായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടാവില്ല. മാഷി പറയും, ആ ഉറപ്പ് നീ തരുമെങ്കിൽ വേദയെ കാണാനും സംസാരിക്കാനും ഞാൻ കൂടെ നിന്റെ കൂടെ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് വരാം. വിക്രം ഇങ്ങനെ മാഷി നോക്കുമ്പോ മാഷി പറയും, കാര്യമായിട്ട് പറഞ്ഞതാ, ഞാൻ കൂടെ നിന്റെ കൂടെ വരാം. മാഷി പറയും, ഞാൻ കൂടെ വന്ന് സംസാരിക്കുമ്പോ അവൾക്ക് സത്യം പറയാതിരിക്കാനാവില്ല. അവൾ പറയുന്നതില് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശരിയാക്കാനോ തിരുത്താനോ ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് ചെയ്യാം. വിക്രം അതേന്ന് തലയാട്ടും. മാഷി പറയും, അവള് വന്നതിന് ശേഷം ഈ വീടിന്റെ സ്വഭാവം മാറിയത്. നിന്നെ പഴയ നീയായിട്ട് തിരിച്ചു തന്നത് അവളാ. ഈ വീട്ടിലൊരാൾക്ക് പ്രശ്നം വന്നാ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്നത് അവളാണ്. ഇങ്ങനെ ചെറിയ കാര്യത്തിന് വേണ്ടി അവളെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. നിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, ഈ വീടിനും കൂടിയാ അവളെ വേണ്ടത്. നമുക്ക് നാളെ ഒരുമിച്ച് പോകാം. വിക്രം സന്തോഷത്തോടെ തലയാട്ടോ അതേന്ന്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. നന്ദിനി വിനായകനും കൂടെ ഉറങ്ങാട്ടോ. നന്ദിനി വേഗം എഴുന്നേറ്റിട്ട് വിനായകനെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. വേഗം എണീറ്റേ, ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതല്ലേ? അപ്പൊ വിനായകൻ ചോദിക്കും, ഇന്നോ? നന്ദിനി പറയും, നമ്മൾ എന്ത് ചെയ്യടേ? അതെ, നിങ്ങൾ വിഷമൊന്നും കഴിച്ച് ഡ്രാമ ചെയ്യണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. കട്ടയ്ക്ക് കൂടെ നിന്നോണം. വിനായകൻ ചോദിക്കും, എന്താ നിന്റെ പ്ലാന്? ആദ്യം അത് പറ. സമ്പൂർണ്ണ സറണ്ടർ. എന്ത്? ആ, കമിഴ്ന്ന് അടിച്ച് കാലിൽ വീഴുന്നു. ഒപ്പം എല്ലാവരെ കൊണ്ടും നമുക്ക് വേണ്ടി പറയിപ്പിക്കുന്നു. വിനായകൻ ചോദിക്കും, അതുകൊണ്ട് അച്ഛൻ വീഴുവോ? നന്ദിനി പറയും, വീഴും. ഇല്ലെങ്കിൽ നമുക്കങ്ങ് തട്ടിയിടാന്നേ. നിങ്ങൾ എണീറ്റേ, ഞാൻ അടുക്കളയിൽ നിന്ന് തുടങ്ങാം. അപ്പോഴേക്ക് നിങ്ങളെ വിശ്വേട്ടനെയും വിക്രത്തിനും കുപ്പിയിലാക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിലെ വിക്രം എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കും. വാ എന്ന് പറഞ്ഞ് നന്ദിനി വേഗം എഴുന്നേറ്റ് പോവാ വിനായകനെയും കൂട്ടി. അങ്ങനെ നന്ദിനി വേഗം പോയിട്ട് എല്ലായിടത്തും അടിച്ചു തരും. എന്നിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പോവാണേ. ശേഷം വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ, കിണർന്ന് കോരിയിട്ട്. പിന്നീട് കിച്ചണിൽ ചെന്നിട്ട് 2 ഗ്ലാസ്സിൽ ചായ വെക്കുമ്പോഴേക്കും കമല വരും. എന്നിട്ട് പറയും, ഇത് അച്ഛനെ കൊടുത്തോളൂ, ഒന്ന് അമ്മ എടുത്തോളൂ. എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ, നല്ല ഓർമ്മയായിട്ട് പോവാന്ന് കരുതി. പിന്നെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയെന്നും പറയണ്ട, ചിലപ്പോൾ കുടിച്ചിട്ടില്ലെങ്കിലോ, ഇത് അമ്മ കുടിച്ചോളണേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അടുത്ത് പോകുമ്പോഴേക്കും ശ്രീജ അങ്ങോട്ട് വരും. ശ്രീജർത്തി ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, പല്ല് തേച്ചിട്ട് ഇട്ട് കുടിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞ് നന്ദിനി അടുത്ത് പോകും. ഈ സമയം ശ്രീജ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറയും, എന്തൊക്കെയാണെങ്കിലും അവൾ പോവാന്ന് പറയുമ്പോ ഒരു വിഷമം. അല്ലേ അമ്മേ, വാ തുറന്ന് കുരുത്തക്കേട് വരുമെങ്കിലും ഒരു പൊട്ടിയാ. അമ്മയൊന്നും പറയാതെ അവിടുന്ന് ആ ചായയും കൊണ്ട് പോകും. അപ്പോഴേക്കും മാഷ് ഒന്ന് ഫ്രഷ് ആയി വരികയാണ്. അങ്ങനെ ചായ കൊണ്ട് കൊടുക്കണേ. മാഷ് പറയും, നീ ഇപ്പൊ അങ്ങ് പോയുള്ളൂ, അപ്പോഴേക്ക് ചായ ഇട്ടോ. മാഷ് കുടിക്കാൻ തുടങ്ങുമ്പോ അമ്മ പറയും, അത് നന്ദിനി ഇട്ടതാ. മാഷങ്ങ് നോക്കുമ്പോ അതിന് മുഖം വെറുപ്പിക്കണ്ട, എന്തായാലും പോവല്ലേ, അപ്പൊ സ്നേഹത്തോടെ പോവാന്ന് കരുതിയിട്ടുണ്ടാവും. അവൾക്ക് നല്ല വിഷമമുണ്ട് മാഷേ. മാഷ് പറയും, അത് വരുത്തി വെച്ചത് നമ്മളാരും അല്ലല്ലോ, അവള് വരുന്നതിന് മുന്നേ ആണല്ലോ വിനായകൻ അത് ചെയ്തത്. അപ്പൊ നോക്കുമ്പോ ആ തെറ്റിനെ അവളും ശിക്ഷ അനുഭവിക്കല്ലേ. മാഷ് പറയും, ഭർത്താവിന്റെ തെറ്റുകൾക്ക് ചിലപ്പോൾ ഭാര്യ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അവന് വേണ്ടി അവളെ കണ്ടുപിടിച്ചു കൊടുത്തത് നമ്മൾ തന്നെയല്ലേ. അപ്പൊ അവന്റെ തെറ്റ് നമ്മൾ കണ്ടുപിടിക്കാഞ്ഞത് നമ്മുടെ തെറ്റല്ലേന്ന് അവൾക്കും ചോദിക്കാലോ. മാഷയ്ക്കും അവൾ അങ്ങനെ ചോദിച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാഷ് പറയും, ഇതൊരു കാര്യം കൊണ്ട് മാത്രം ഞാൻ എടുത്ത തീരുമാനമല്ല. കുറെ കാലമായി ഈ വീട്ടിൽ നടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. വേദയോട് നന്ദിനി പെരുമാറിയത് ഒട്ടും നല്ല രീതിയിലായിരുന്നില്ലല്ലോ. അപ്പോ അവളത് അർഹിക്കുന്നുണ്ട്. മാഷു പറഞ്ഞത് ശരിയാ, പക്ഷേ പുറത്തു പോയി വാടകയ്ക്ക് കഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടി എന്താ അവന്റെ കയ്യിലുള്ളത്? എന്തിനു പുറത്താക്കിയെന്ന് നാട്ടുകാർ ചോദിക്കുമ്പോ എന്തു പറയും? നന്ദിനിയുടെ വീട്ടിലും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ മാഷു പറയും, അത് മനസ്സിലാക്കിയിരുന്നെങ്കിലേ ഇത്ര അഹങ്കാരം കാണിക്കില്ലായിരുന്നു. പുറത്തു പോയി കഷ്ടപ്പെടുന്നു കേൾക്കുമ്പോഴും നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ മാഷെ? ഞാൻ മാഷെ നിർബന്ധിക്കല്ല, പക്ഷേ ക്ഷമിക്കാൻ പറ്റുമെങ്കിലേ മാഷ് അത് ചെയ്യണം. മാഷ് ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നതേ വിഷു ഇങ്ങനെ ബ്രഷ് ചെയ്യണേ. വിനായകൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സോപ്പിടലാണ് പരിപാടി. വിഷം പറയും, ചെയ്ത തണ്ടിത്തരത്തിനെ നിന്നെ പുറത്താക്കല്ല വേണ്ടത്, ചവിട്ടി നടു ഒടിക്കുക വേണ്ടത്. വിനായകൻ പേടിക്കും. അതിപ്പോ നിങ്ങള് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ വേണ്ടെന്ന് പറയില്ല. ഇറക്കി വിട്ടാ ഞാനിപ്പോ എന്ത് ചെയ്യാനാ വിഷുട്ടാ? അവൾ അവളുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞത്. പിന്നെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഉറപ്പായിട്ടും ഇറക്കി വിടും.
അടിച്ചിറക്കുകയും ചെയ്യും, ചീത്ത പറയുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ വിശ്വം പറയും, പിന്നെ ഞാൻ ഇപ്പൊ എന്ത് പറയാനാ? 4 കാശ് അധികം കിട്ടിയ കൂടപ്പിറപ്പാണെങ്കിലും നീ പാര പണിയും. എനിക്കിട്ട് തന്നൊന്നും ഞാൻ മറന്നിട്ടില്ല. വിനായകൻ പറയും, സമ്മതിച്ചു. പക്ഷെ അതിനിതാണോ ചെയ്യേണ്ടത്? ഞാൻ ആരോഗ്യമില്ലാത്തവനാ. നന്ദിനി കൂട്ടി ഞാൻ എങ്ങോട്ട് പോകും? രാത്രി കടത്തിണ്ണയിലോ ബസ് സ്റ്റോപ്പിലോ കിടക്കാൻ പറ്റുമോ? എനിക്കിട്ട് 4 ആരെങ്കിലും തന്ന് അവൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്താ? ഈ നാട്ടിലെ ഏതെങ്കിലും അമ്പലക്കുളത്തില് ഞങ്ങളുടെ ശവം പൊങ്ങിന്ന് പറഞ്ഞാ നിങ്ങൾക്ക് പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? വിശ്വം പാവായതുകൊണ്ട് വിശ്വസിച്ച് പേടിച്ചിട്ട് പറയും, എടാ നീ എന്തൊക്കെയാ പറയണേ? അവിടേക്കാ വിശ്വട്ട കാര്യങ്ങൾ പോണത്. നിന്റെ കയ്യിൽ കുറെ പൈസ ഉള്ളതല്ലേ? എവിടുന്ന്? ഷെയറിൽ ഇറക്കിയ ലാഭം കിട്ടുന്നു പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന 4-5 ലക്ഷം രൂപ ഞാൻ തന്നെ തുളച്ചില്ലേ? അതെപ്പോ? ആ, അങ്ങനെയൊക്കെ ഉണ്ടായി. വിഷുവേട്ടനൊന്ന് അച്ഛനോട് പറ, വേണമെങ്കിൽ അച്ഛന് മുന്നിൽ വെച്ച് ഒന്നുകൂടെ എന്നെ തലിക്കോ. പിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലെന്ന് പറയണ വിഷുവേട്ടാ. വിഷു ചോദിക്കും, ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കോ? കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. വിഷു ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കാട്ടോ. വിഷുവേട്ടാ പ്ലീസ്. വിഷു ആലോചിച്ചുകൊണ്ടേ നിൽക്കുമ്പോ എന്നിങ്ങനെ മൂളുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദിനി എല്ലാ സാധനങ്ങളും, അതായത് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാം. ഇവിടെ ആരില്ലേ? ഞാൻ പണിയെടുക്കുന്ന ആരും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഫുള്ളും ചുറ്റിലേക്ക് നോക്കിക്കൊണ്ടാ ചെയ്യുന്നത്. അപ്പണ്ടാവും ശ്രീജ അങ്ങോട്ട് വരണേ. ശ്രീജയെ കാണുമ്പോൾ സന്തോഷവും. നന്ദിനി മാറിക്കോ, ഞാൻ ചെയ്തോളാം. അപ്പൊ നന്ദിനി പറയും, എന്നും ശ്രീജയടുത്തിയല്ലേ ഇതൊക്കെ ചെയ്യാറ്, ഇന്നൊരു ദിവസം ഞാൻ ചെയ്തോളാന്ന്. ഇനി അതിന് കഴിയണമെന്നില്ലല്ലോ. ശ്രീജ പറയും, എനിക്ക് നല്ല വിഷമമുണ്ട് നന്ദിനി. നന്ദിനി പറയും, സാരമല്ലോ ശ്രീജടുത്തി. മുമ്പൊരിക്കൽ വിനേട്ടനൊരു തെറ്റുപറ്റി. അത് വിനേട്ടനും വിക്രവും കൂടെ ജയിലിൽ വെച്ച് സംസാരിച്ച് തീർത്തതിന് പകരം അന്നേ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അച്ഛന് ഇത്രയും സങ്കടം ദേഷ്യവും വരില്ലായിരുന്നു. സാരമില്ല, അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പൊ ശ്രീജയ്ക്കും, എന്നിട്ട് എന്താ നിങ്ങളുടെ പ്ലാൻ? അറിയില്ല. പെട്ടെന്ന് ഒരു വീട് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. വിനേട്ടന് എവിടെ വേണമെങ്കിലും കിടക്കാം, പീഡികത്തിണ്ണയിലോ എവിടെയെങ്കിലും. പക്ഷെ എനിക്കിത് പറ്റുമോ? തിരിച്ച് വീട്ടിലേക്ക് പോയാലും ശരിയാവില്ല. ശ്രീജയ്ക്കും. അപ്പോഴോ? നന്ദിനി പറയും, കുഞ്ഞുനാളിലെ 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ഞാനൊരു അനാഥാലയത്തിൽ താമസിച്ചിട്ടുണ്ട്. അച്ഛന് ജോലി അന്വേഷിച്ച് തമിഴ്നാട്ടിൽ പോകുമ്പോ കഞ്ഞി വെക്കാൻ ഒരരി ഇല്ലാതായപ്പോഴാ അമ്മ എന്നെ അനാഥാലയത്തിലാക്കിയത്. ആട്ടും തുപ്പും അടിയും. അങ്ങനെ ഒരു കാലം. അങ്ങനെ എന്തെങ്കിലും നോക്കണം എന്ന് പറഞ്ഞ് നന്ദിനി കരയും. ശ്രീജയ്ക്ക് സങ്കടാകും. ശ്രീജ കരഞ്ഞിട്ട് പറയും, നീ മിണ്ടാതെ നിന്നേ, അങ്ങനെയൊന്നും വരില്ല. നന്ദിനി പറയും, വിനേട്ടന് ഒരു വീട് ഒറ്റയ്ക്ക് നടത്താനുള്ള കഴിവൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ടേ പറ്റൂ. ഞാനിത് അലക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അലക്കണേ. അപ്പോഴും നന്ദിനി ശ്രീജ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീജ കരഞ്ഞ് ഇന്നൊക്കെ. അതിനുശേഷം പിന്നീട് അല്പസമയം കഴിഞ്ഞാലേ ഹാളിൽ എല്ലാവരും കൂടിയിട്ടുണ്ട്. മാഷ് പറയും, രാവിലെ ചായ ഉണ്ടാക്കലും പണികളെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോഴേ തോന്നി ഇങ്ങനൊരു കള ഒരുക്കലാണെന്ന്. നന്ദിനി പറയും, അയ്യോ അങ്ങനെ പറയരുത്. ഇതുവരെ ഞാൻ ചെയ്തതിനൊക്കെ എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ തർക്കിക്കാൻ വരില്ല. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തത് ഒന്നിനു വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെ ചെയ്തത്. മാഷ് പറയും, രാവിലെ തന്നെ എല്ലാവരെയും കണ്ട് നീ പിന്തുണ വാങ്ങിച്ചു അല്ല വിനായക? നീയല്ല വിക്രം, ഇവനാ ശ്രീകാര്യ ശ്രീനിവാസന്റെ കൂടെ ചേരേണ്ടിയിരുന്നത്. രാഷ്ട്രീയക്കാരനെക്കാളും തൊലിക്കട്ടിയുണ്ടവന്. അപ്പൊ വിക്രം പറയും, ഞാൻ ഇന്നലെ പറഞ്ഞില്ല അച്ഛാ, ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം. വിഷും പറയും, നാളെ എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ തന്നെയല്ലേ വിഷമിക്കേണ്ടത്? മാഷയ്ക്കും, എന്ത് സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് ഇവന്റെ അടവാ. കമല പറയും, എന്തെങ്കിലും ആവട്ടെ മാഷേ, ഇവൻ കാരണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് വിക്രമാ. അവൻ കൂടെ പൊറുക്കാൻ തയ്യാറായതല്ല, ഇത്തവണയ്ക്ക് വിട്ടേക്ക്. അപ്പോ ശ്രീജ പറയും, വേദയെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാൻ പറ്റി എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ജീവിക്കല്ലോ അച്ഛാ. അത് നന്ദിനിയുടെ മുഖത്ത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മാഷു പറയും, ശ്രീജെ നീ ഒരു പാവാണ്, ആൾക്കാരെ സ്നേഹിക്കാനേ അറിയൂ. പക്ഷെ ഇവരങ്ങനെയല്ല. വിക്രം പറയും, ഇനിയും അത് തന്നെ പറയണ്ട അച്ഛാ, വിട്ടേക്കൂ. അപ്പൊ മാഷു പറയും, നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ എതിരെ നിൽക്കുന്നില്ല. പക്ഷെ ഇനി എന്തെങ്കിലും ഈ വീട്ടിലുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ. വിനായകൻ പറയും, ഇല്ല അച്ഛാ, ഒന്നും ഉണ്ടാവില്ല. മാഷു പറയും, ശരി. അത് കേൾക്കുമ്പോ അവരുടെ മുഖത്ത് നല്ല സന്തോഷവും. വീട്ടിലെ ബാക്കി എല്ലാവരുടെയും. അത്രയും പറഞ്ഞ മാഷ് അവിടെ നിന്ന് പോകും. വിനായകൻ വിക്രമിനെ ചെന്ന് കെട്ടിപ്പിടിക്കണേ. വിക്രമിനെ അതൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങ് മാറ്റും. എന്നിട്ട് ചിരിക്കും. നന്ദിനി ശ്രീജയെ പോയി കെട്ടിപ്പിടിക്കും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറച്ച് സന്തോഷമായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാഷും വിക്രവും കൂടെ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കാട്ടോ. അങ്ങനെ ബൈക്ക് പുറത്ത് നിർത്തിയിട്ടാണ് അവര് പോകുന്നത്. ഹാളില് ശങ്കരനാരായണൻ എന്തോ ബുക്ക് വായിക്കുന്നുണ്ട്. ദീപ്തി എന്തോ ഫോണിൽ കളിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ട് ഡോർ തുറക്കുന്നത്. ഇവരെ കാണുന്നതും ദീപ്തി ഞെട്ടും. അച്ഛനെങ്ങനെ നോക്കുമ്പോഴേക്കും ശങ്കരനാരായണൻ അങ്ങോട്ട് വരികയാണെ. ദീപ്തി അവിടുന്ന് പോകും. അകത്തേക്ക് കയറാൻ പറയുന്നില്ല. അങ്ങനെ പരസ്പരം നോക്കി നിൽക്കും. മാഷ് പറയും, ഞങ്ങൾ വന്നത്. ശങ്കരനാരായണൻ പറയും, മനസ്സിലായി. അപ്പോഴേക്ക് ദീപ്തി അമ്മയെ വിളിച്ചുകൊണ്ട് വരും. വരൂ, അകത്തേക്ക് ഇരിക്കാം. ശങ്കരനും വിളിക്കും. മാഷ അകത്തേക്ക് കയറും. അല്ല വിക്രം ചേട്ടൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വരൂ. പത്മവും വിളിക്കും, വരൂ മോനെ. അങ്ങനെയാ വിക്രം കയറുന്നത്. ശങ്കരൻ പറയും, മാഷിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അടുത്തിരുത്താണ്. വിക്രം അവിടെ നിന്നിരിക്കും. പത്മം ചായ. അപ്പോഴേക്കും ഞാനിടാന്ന് പറഞ്ഞ ദീപ്തി അങ്ങോട്ട് പോകും. അങ്ങനെ പത്മവും അവരോടൊപ്പം കൂടിയിരിക്കുക. ആരും ഒന്നും പറയുന്നില്ല. ഇങ്ങനെ നോക്കിയിരിക്കണേ. ശങ്കരൻ പറയും, മാഷ് പറഞ്ഞോളൂ, എന്താ പ്രത്യേകിച്ച്? അത് സാറിന് അറിയാലോ വേദ, എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം, അതാണ് പ്രധാനം. ശങ്കരൻ ചോദിക്കും, വിഷയം? മാഷ് പറയും, നമ്മൾ തമ്മില് അതറിയാത്ത പോലെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ശങ്കരൻ ചോദിക്കും, അവളെ തിരിച്ചു വിളിക്കാനാണോ?
മാഷ് പറയും സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ലക്ഷ്യം. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വലിയവർ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാ. ശങ്കരൻ പറയും പ്രായപൂർത്തിയായി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിച്ച മക്കളെ കുട്ടികളായി കാണുന്നത് അന്യായമല്ലേ മാഷെ എന്നിങ്ങനെ സംസാരിച്ച് ഒരുമാതിരി സ്വഭാവത്തിൽ നിൽക്കുന്നത് കാണിച്ചിട്ടാട്ടോ ഈ ഭാഗം കഴിയുന്നത്. പിന്നീടാണ് നെക്സ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് വിക്രമും വേദയും സംസാരിക്കുന്നതും വേദ വിക്രമിനോട് വളരെ മോശമായി സംസാരിച്ചാണെന്ന് പറഞ്ഞൊക്കെയാണ്. എങ്കിലും വേദയ്ക്ക് സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്